യുവാവ് കഥ തുടർന്നു. ഉമ്മയുടെ മരണശേഷം പിതാവിന് ഖിദ്മത്ത് ചെയ്യുന്നതിൽ മാത്രം ഞാൻ ശ്രദ്ധിച്ചു. ഒരിക്കൽ പിതാവ് എന്നോട് പറഞ്ഞു, മകനെ, നീ വിവാഹം കഴിക്കണം. പക്ഷേ ഞാൻ അതിന് ഒരുങ്ങിയില്ല. ഞാൻ വിവാഹം കഴിക്കുമ്പോൾ പിതാവിനോടുള്ള സ്നേഹം കുറയുകയും പരിപാലനത്തിൽ സമയം കുറയുകയും ചെയ്തേക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ പിതാവിനോട് ഞാൻ പറഞ്ഞു, ഉപ്പ, എനിക്കിപ്പോൾ വിവാഹിതനാവാൻ ആഗ്രഹമില്ല. അങ്ങനെ പിതാവ് എൻ്റെ ഭാഗം ശരിവെച്ചു. കാലചക്രം കറങ്ങി. ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും കുറേ പിന്നിട്ടു. മരണമെന്ന സത്യം എൻ്റെ പിതാവിനെയും പിടികൂടി. പിതാവ് എനിക്ക് വേണ്ടി ഇപ്രകാരം ദുആ ചെയ്തു: സർവശക്തനായ അള്ളാഹുവെ, ഞങ്ങളുടെ മകൻ ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ജീവിതം നയിച്ചത്. ജീവിതത്തിൻ്റെ സന്തോഷം എന്തെന്ന് അവൻ അറിഞ്ഞിട്ടില്ല. അവൻ്റെ ഖിദ്മത്തിലാണ് ഞങ്ങൾ ജീവിച്ചത്. ഇനി അവൻ ഒറ്റപ്പെടുകയാണ്. അള്ളാഹുവേ, അവന് നീ സന്തോഷം നൽകണേ. എൻ്റെ മകൻ ചെയ്ത ത്യാഗത്തിൻ്റെ ഫലത്തിൽ ഒരു അംശം ഈ ലോകത്ത് വെച്ച് തന്നെ നീ അവന് നൽകണമേ. ഇതായിരുന്നു എൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥന. പിന്നെ പിതാവും വിട പറഞ്ഞു. മാതാവും പിതാവും മരണപ്പെട്ടപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു എന്ന ചിന്ത എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ജീവിതത്തിലെ സുഖം ആസ്വദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും മാതാപിതാക്കളെ പരിപാലിച്ചുകൊണ്ടുള്ള ജീവിതം എന്നിൽ സന്തോഷം പകർന്നിരുന്നു. മാതാപിതാക്കളുടെ വിരഹം സൃഷ്ടിച്ച വേദനയും ഏകാന്ത ജീവിതവും എന്നെ ദുഃഖത്തിലാഴ്ത്തി. തുടരും.